തരിശു നിലങ്ങളിൽ പോലും കൃഷി ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഞങ്ങളുടെ കണക്ക് പ്രകാരം ഒരു 100 ഏക്കർ സ്ഥലത്ത് പുതുതായി നെൽകൃഷി ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ, carry on. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണത്. വളരെ സന്തോഷമുണ്ട്. ചോദ്യത്തോട് ഇവിടെ എവിടെയാണ്, where do you want to go from here? ഇത്ര നമ്മൾ ചെയ്തു, നിങ്ങൾ കാണിച്ചതൊക്കെ ചെയ്തു, ഇപ്പോൾ ഇവിടെ എവിടേക്കാണ് പോകുന്നത്? ഇനിയുള്ള വഴി തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു പുറമെ ഇന്നത്തെ സാങ്കേതിക വിദ്യ, ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രാമീണ ടൂറിസം പദ്ധതി, അതുപോലെ തന്നെ IT മേഖലയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടപെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, അവര് 5 വീരപുരുഷന്മാരാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ പ്രയത്നം കൊണ്ടാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ പിന്നിലാണോ എന്നാണ് സ്ത്രീകളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മലബാറിൽ നിന്ന് വരുന്നതിന്റെ ഒരു വിഷമം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം പഞ്ചായത്തുകളിലൊക്കെ 50% സ്ത്രീകൾക്ക് സംവരണം വരാൻ പോവുകയാണ്. അപ്പൊ സ്ത്രീകൾ വന്ന് ഇതേ വികസനം മുന്നോട്ട് കൊണ്ടുപോകുമോ? ഞങ്ങൾ ജനറൽ സീറ്റിൽ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വനിതയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഒരു പഞ്ചായത്താണ് മടിക്കൈ. അപ്പോൾ ഇനി മടിക്കൈയുടെ മാർക്കിലേക്ക്. സർ, ഔട്ട് ഓഫ് 15 കണ്ണൻ മാഷേ. അവരുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. എൻ്റെ മാർക്ക് അനുസരിച്ച് 15-ൽ 13, 11.5, 10-ൽ 8, 10-ൽ 7.5, 10-ൽ 6.5. എന്താണെങ്കിലും മടിക്കൈക്ക് കിട്ടിയിട്ടുള്ളത് വളരെ നല്ല സ്കോറാണ്. 46.5, 46.5 മാർക്ക് ഔട്ട് ഓഫ് 60. നിങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്. SMS ഫോർമാറ്റ് GKE സ്പേസ് MDK സ്പേസ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. അപ്പോൾ കണ്ണമാഷ്, എന്താണ് പഞ്ചായത്തിനോട് പറയാനുള്ളത്? അവര് നീർത്തട വികസനം എന്ന ഒരു പദ്ധതി ഏറ്റെടുത്തതിൽ അവരെ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഒരുപാട് മുന്നേറ്റ് പോകാനുണ്ട്. കാരണം ഇത് നിലനിർത്തിയാൽ മാത്രം പോരാ, വികസനത്തിൻ്റെ സകല സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുകയും വേണം. സ്ത്രീ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു ചോദിച്ചു. അത് സജീവമായിട്ടുണ്ടെന്ന് അവർ നമ്മളോട് പറഞ്ഞു. അത് ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ജൂറിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഞങ്ങൾ വളരെയധികം അഭിനന്ദനങ്ങൾ. അങ്ങനെ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മനോഹരമായ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ഐ എം ക്വൈറ്റ് ഷുവർ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ടു കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിനു മുന്നിലായി എനിക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഈ വരികളോടെ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ അധ്യായം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഉണർന്നൊരു കാവും നീരും കുളിർക്കാറ്റും വേറെങ്ങുണ്ടോ? പൂവും തളിരിലയും കനിയാർന്നു താഴ്ന്നുലഞ്ഞൊരു കൊമ്പും മഞ്ഞും ഇളവയിലും വേറെങ്ങുണ്ടോ?